കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ബ്ലാക്ക് ബോഡീസ് ആണ് നമ്മൾ നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ റേഡിയേഷനും രണ്ട് ഓറിയൻറ്റേഷൻ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. ഒരു സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചു. ഷേപ്പ് ഫാക്ടർ അല്ലെങ്കിൽ വ്യൂ ഫാക്ടർ വഴി എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ബ്ലാക്ക് ബോഡി അല്ല, ബ്ലാക്ക് ബോഡിക്ക് പകരം ഗ്രേ സർഫസ് അല്ലെങ്കിൽ ഗ്രേ ബോഡീസിൻ്റെ ഹീറ്റ് എക്സ്ചേഞ്ച്. അത് ബ്ലാക്ക് അല്ലാത്ത എല്ലാ സർഫസ് അല്ലെങ്കിൽ ബോഡീസിനെ ഗ്രേ സർഫസ് അല്ലെങ്കിൽ ഗ്രേ ബോഡി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇനി അതിൻ്റെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. അതായത് ആക്ച്വൽ പ്രാക്ടീസിൽ നമുക്കറിയാം ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നൊരു സർഫസ് അല്ലെങ്കിൽ ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാ ബോഡിയും പ്രാക്ടിക്കലി നോൺ ബ്ലാക്ക് ബോഡീസാണ്, പിന്നെ നോൺ ബ്ലാക്ക് സർഫസുകളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അതിന് റിഫ്ലക്ഷൻസ് ഉണ്ടാകാൻ സാധിക്കും. അതായത് ബ്ലാക്ക് ബോഡി എല്ലാ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യില്ല. പക്ഷെ ഗ്രേ സർഫസ് അല്ലെങ്കിൽ നോൺ ബ്ലാക്ക് സർഫസുകൾ റിഫ്ലക്ഷൻസ് അലോ ചെയ്യുന്നതാണ്. അതാണ് ഒരു ബ്ലാക്ക് ബോഡി ഗ്രേ ബോഡി എന്നുള്ള വ്യത്യാസം നമ്മൾ പറയുന്നത്. നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റേഡിയേഷൻ ആൻഡ് വേവ് ലെങ്ത്, ടെമ്പറേച്ചർ, ഓറിയൻറ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ് ആണ് റേഡിയേഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഡിഫ്യൂസ് ഗ്രേ സർഫസ് എന്നാണ് നമ്മൾ പറയുക. ഡിഫ്യൂസ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും ഒരേ എമൗണ്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന സർഫസുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എല്ലാ ഡയറക്ഷനിലേക്കുള്ള റേഡിയേഷൻ എമൗണ്ട് സെയിം തന്നെ ആയിരിക്കും. ഡയറക്ഷണൽ ഡിപ്പെൻഡൻസി ഇല്ലാത്ത റേഡിയേഷനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ സർഫസ് എന്ന് പറയുന്നത് ഒപ്പേക്ക് സർഫസ് ആയിരിക്കും. ഒപ്പേക്ക് എന്നത് നോൺ ട്രാൻസ്പെറൻറ്റ് സർഫസുകളാണ് ഒപ്പേക്ക് സർഫസുകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിഫ്യൂസ് എമിറ്റേഴ്സ് ആൻഡ് റിഫ്ലക്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ റേഡിയേഷൻ പ്രോപ്പർട്ടീസ് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് സർഫസ് പ്രോപ്പർട്ടീസ്, അതായത് എമിസിവിറ്റി, അബ്സോർപ്റ്റിവിറ്റി ഒക്കെയൊന്നും നമ്മുടെ റേഡിയേഷൻ വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് റേഡിയേഷൻ പ്രോപ്പർട്ടീസ് മാറുന്നില്ല. അതുപോലെ തന്നെ സർഫസ് എന്ന് പറയുന്നത് ഐസോതെർമൽ സർഫസ് ആണ്. ഐസോതെർമൽ സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസിൻ്റെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ആക്ച്വൽ കേസിൽ റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ സർഫസ് ടെമ്പറേച്ചർ താഴുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യും. അത് എത്രത്തോളം റേഡിയേറ്റ് ചെയ്യുന്നു, എത്രത്തോളം റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന സർഫസുകളുടെ എല്ലാം ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഐസോതെർമൽ സർഫസ് ആയിരിക്കും. എൻ്റയർ ടൈമിലും അതിൻ്റെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ നോൺ ബ്ലാക്ക് ബോഡീസിൻ്റെ നമ്മൾ പഠിച്ച ഒരു ടൈമാണ് റേഡിയോസിറ്റി. നമ്മളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ പറയാം ഒരു ബ്ലാക്ക് ബോഡി അല്ലാത്ത എല്ലാ സർഫസുകളും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എമിറ്റ് ചെയ്യും, അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു സർഫസിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷൻ, ലീവ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് എമിറ്റഡ് റേഡിയേഷനും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേഡിയേഷനും ഉണ്ടാവും. അതായത് നമ്മൾ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കുമ്പോൾ ഈ രണ്ട് പാർട്ടുകളും, അതായത് എമിറ്റഡ് റേഡിയേഷനും റിഫ്ലക്റ്റഡ് റേഡിയേഷനും നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഈ രണ്ടിൻ്റെ സമ്മാണ് റേഡിയോസിറ്റി എന്ന് പറയുന്നത്. അതൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ ആ സർഫസ് വേറെ ഏതെങ്കിലും ഒരു സർഫസ് പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ ആ സർഫസിന് കുറച്ച് റേഡിയേഷൻ
എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ രണ്ടിൻ്റെയും സമ്മാണ് റേഡിയോസിറ്റി ജെ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് റിഫ്ലക്റ്റഡ് റേഡിയേഷൻ്റെയും എമിറ്റഡ് റേഡിയേഷൻ്റെയും സമ്മാണ് റേഡിയോസിറ്റി എന്ന് പറയുന്നത്. അതായത് വേറൊരു ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, ആ റേഡിയേഷൻ്റെ എമൗണ്ടാണ് ജി അല്ലെങ്കിൽ ഇർറേഡിയേഷൻ എന്ന് പറയുന്നത്. ആ ഇർറേഡിയേഷനിൽ റോ ടൈംസ് ജി ആണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നൊരു ഒപ്പേക്ക് സർഫസാണ്. ഒപ്പേക്ക് സർഫസിൻ്റെ ട്രാൻസ്മിറ്റിവിറ്റി 0 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അബ്സോർപ്റ്റിവിറ്റി ആൽഫ പ്ലസ് ട്രാൻസ്മിറ്റിവിറ്റി ടോ പ്ലസ് റിഫ്ലക്റ്റിവിറ്റി ഈക്വൽ ടു 1 ആണ്. നേരത്തെ പഠിച്ചതാണ്. അതിനകത്ത് ട്രാൻസ്മിറ്റിവിറ്റി 0 ആണ്. ഒപ്പേക്ക് സർഫസ് ആണെങ്കിൽ ട്രാൻസ്മിറ്റിവിറ്റി 0 ആവും. അപ്പോൾ ആൽഫ പ്ലസ് റോ ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം എമിസിവിറ്റി എന്ന് പറയുന്നത് അബ്സോർപ്റ്റിവിറ്റിക്ക് ഈക്വൽ ആണ്. അത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എമിസിവിറ്റി എന്ന് പറയുന്നത് അബ്സോർപ്റ്റിവിറ്റിക്ക് ഈക്വൽ ആണ്. അതുപോലെ അബ്സോർപ്റ്റിവിറ്റി പ്ലസ് റിഫ്ലക്റ്റിവിറ്റി ഈക്വൽ ടു 1 ആണ്. അതായത് റിഫ്ലക്റ്റിവിറ്റി പറയുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എത്ര ഭാഗം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിഫ്ലക്റ്റഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ആയിരിക്കും. റോ ഇൻറ്റു, അതായത് റിഫ്ലക്റ്റിവിറ്റി ടൈംസ് ഇർറേഡിയേഷൻ ജി ആണ് റിഫ്ലക്റ്റഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫയ്ക്ക് പകരം ഇവിടെ എമിസിവിറ്റി ഈക്വൽ ടു ആൽഫയാണ്. ആ ആൽഫയ്ക്ക് പകരം എമിസിവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റോ ഈക്വൽ ടു 1 മൈനസ് എമിസിവിറ്റി എന്ന് കിട്ടും. റോ ഈക്വൽ ടു 1 മൈനസ് എമിസിവിറ്റി എന്ന് കിട്ടും. ഓക്കെ, എമിസിവിറ്റി എപ്സിലോൺ. അപ്പോൾ റേഡിയോസിറ്റി ജെ എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള റേഡിയേഷൻ്റെ സമ്മാണ്. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് എമിസിവിറ്റി ഇൻറ്റു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇ ബി എന്ന് പറയുന്നത്. നമുക്കറിയാം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെയും സർഫസ് എമിറ്റ് ചെയ്യുന്നതിൻ്റെയും ഒരു റേഷ്യോ ആണ് എമിസിവിറ്റി എന്ന് പറയുന്നത്. എമിസിവിറ്റി ഈക്വൽ ടു എമിസിവിറ്റി ഓഫ് സർഫസ് emitted radiation divided by emitted radiation emitted by black surface ആണ്. അപ്പോൾ റേഡിയേഷൻ എമിറ്റഡ് ബൈ സർഫസ് എന്ന് പറയുന്നത് എപ്സിലോൺ ഇൻറ്റു ഇ ബി വരും. എപ്സിലോൺ ഇൻറ്റു ഇ ബി വരും. അതാണ് എപ്സിലോൺ ഇൻറ്റു ഇ ബി എന്ന് എഴുതുന്നത്. ഐ എന്ന് പറയുന്നത് ഒരു സർഫസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സഫിക്സ് ഐ ഡിനോട്ട് ചെയ്തത്. എമിസിവിറ്റി ഓഫ് സർഫസ് ആണ് ഈ ഐ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് എമിസിവിറ്റി ഇൻറ്റു ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ്. അതാണ് ഇ ബി ഐ എന്ന് പറയുന്നത്. അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ഐ ആണ്. റോ ഐ ഇൻറ്റു ജി ഐ. റോ ഐ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിവിറ്റി ഇൻറ്റു ഇർറേഡിയേഷൻ ആണ്. അപ്പോൾ നമുക്ക് റിഫ്ലക്റ്റിവിറ്റി നമുക്ക് എന്താണെന്നറിയാം, 1 മൈനസ് എമിസിവിറ്റി ആണ്. സോ റേഡിയോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷനായിട്ട് എഴുതാം. ഇത് എപ്സിലോൺ ഐ ഇൻറ്റു ഇ ബി പ്ലസ് 1 മൈനസ് ഇ ഐ ഇൻറ്റു ജി ഐ എന്ന് എഴുതാം. ജി ഐ ആണ് റേഡിയേഷൻ, അതായത് ആ ഒരു സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആയിരിക്കും. പെർ ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു സെക്കൻഡ് ടൈമിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇക്വേഷനിൽ എമിസിവിറ്റിയുടെ വാല്യൂ 1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇ ബി ഈക്വൽ ടു ജെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇ ബി ഈക്വൽ ടു ജെ ആയിരിക്കും. അതായത് ബ്ലാക്ക് ബോഡിയുടെ കേസിലാണ് എമിസിവിറ്റി 1 എന്ന് പറയുന്നത്. അപ്പോൾ
ആ കേസിൽ EB ഈസ് ഈക്വൽ ടു JI ആണ്. അതായത് റേഡിയോസിറ്റി ഈക്വൽ ടു MC പവർ എന്ന് പറയും. MC പവറിൻ്റെ വാല്യൂ ആണ് സിഗ്മ T⁻4. ഇനി അടുത്താണ് നെറ്റ് ഹീറ്റ് റേഡിയേഷൻ ഫ്രം എ സർഫസ്. ഒരു സർഫസിൽ നിന്നുള്ള നെറ്റ് റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് എത്രയാണെന്നുള്ളത്. അതൊരു സർഫസ് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിനകത്ത് എമിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഗെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള റേഡിയേഷൻ എമൗണ്ടുകൾ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇതൊരു സർഫസ് എനർജി ലൂസ് ചെയ്യുന്നത് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ഗെയിൻ ചെയ്യുന്നു. എമിറ്റ് ചെയ്യുമ്പോൾ എനർജി ലൂസ് ആവുന്നു, അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യുമ്പോൾ എനർജി ഗെയിൻ ചെയ്യുന്നു. അതായത് ഇത് രണ്ടിൻ്റെയും വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആ സർഫസ് എനർജി ലൂസ് ചെയ്തോ അല്ലെങ്കിൽ എനർജി ഗെയിൻ ചെയ്തോ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നെറ്റ് ഗെയിൻ ഓർ നെറ്റ് ലോസ് എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ് കൂടുതലെന്ന് അപേക്ഷിച്ച് നമ്മൾ പറയുന്നു. അതായത് അബ്സോർബ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ ഗെയിൻ ആയിരിക്കും, അതല്ല എമിറ്റ് ചെയ്യുന്നതാണ് കൂടുതലെങ്കിൽ അതിന് ലോസ് ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ് ഒരു സർഫസ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷൻ എത്രയാണ് മൈനസ് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എത്രയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് AI ഇൻറ്റു ബ്രാക്കറ്റിലാണ് JI മൈനസ് GI. J എന്ന് പറയുന്നത് റേഡിയോസിറ്റി, G എന്ന് പറയുന്നത് റേഡിയേഷൻ. JI ആണ് ആ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ. GI ആണ് ആ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷൻ. ഈ ഏരിയ കൊണ്ട് നമ്മൾ അതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റേഡിയോസിറ്റിയും അതുപോലെ തന്നെ റേഡിയേഷൻ പെർ യൂണിറ്റ് ഏരിയ ആണ് പറയുന്നത്. അതായത് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര റേഡിയേഷൻ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ റേഡിയേഷൻ. അതുപോലെ തന്നെ റേഡിയോസിറ്റിയും പറയുന്നത് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ A ഇൻറ്റു JI മൈനസ് GI ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്, റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് GI എന്താണെന്നുള്ളത് നമ്മളുടെ നേരത്തെ സ്ലൈഡിൽ ഈക്വേഷനിൽ GI എത്രയാണെന്ന് എഴുതി കഴിഞ്ഞാൽ JI മൈനസ് എപ്സിലോൺ I മൈനസ് EBI ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ I എന്ന് നമുക്ക് കിട്ടും. നേരത്തെ ഇക്വേഷനിൽ നിന്ന് വരുന്നതാണ് GIയുടെ വാല്യൂ. GI ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. GIയുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരു സർഫസിൻ്റെ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഓംസ് ലോ ആയിട്ട് കമ്പയർ ചെയ്തു. ഓംസ് ലോ അതിനെ പറയുന്നവരാണ് ഇലക്ട്രിക്കൽ അനലോഗി എന്ന് പറയുന്നത്. നേരത്തെ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചതാണ്. ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ട പൊട്ടൻഷ്യൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിട്ടും അതിന് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളത് നമ്മൾ കിട്ടും. അതായത് കറണ്ട് ഫ്ലോ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് നമുക്ക് എഴുതാൻ പറ്റും. നേരത്തെ കണ്ട ഇക്വേഷനിൽ നമുക്ക് ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റെസിപ്രോക്കലാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ BI മൈനസ് JI ഡിവൈഡ് ബൈ RI എന്നാണ്.
ഐ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സർഫസിനെ ഡിനോട്ട് ചെയ്യാൻ, സർഫസ് 1 അല്ലെങ്കിൽ 2 എന്നുള്ളതൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഐ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EBI മൈനസ് JI, കറണ്ടാണ് QI എന്ന് പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് RI ആണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഒരു സർഫസിൻ്റെ കേസ് ആയതുകൊണ്ട് അതിനെ സർഫസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിനകത്ത് ഈ കേസിൽ ഒരു ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതിൻ്റെ സർഫസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കേസിൽ ഇവിടെ എപ്സിലോണിൻ്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RI ഈക്വൽ ടു 0 എന്ന് വരും. RI 0 വന്നു കഴിഞ്ഞാൽ Q ഈക്വൽ ടു 0 വരും. Q ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ EBI മൈനസ് JI ഈക്വൽ ടു 0. ഈ ടൈം 0 ആവും. ഈ 0 ആയി കഴിഞ്ഞാൽ EBI മൈനസ് JI രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും. നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ അനലോഗിയാണ്. ഒരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടാണ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറാണ് QI എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് തെർമൽ റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. തെർമൽ സർഫസ് റെസിസ്റ്റൻസിൽ കൂടി പാസ് ചെയ്യുന്ന ഹീറ്റാണ് QI എന്ന് പറയുന്നത്. അതായത് സർഫസിൻ്റെ പേരാണ് I എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EBI മൈനസ് JI. റെസിസ്റ്റൻസ് ആണ് 1 മൈനസ് എപ്സിലോൺ ഡിവൈഡ് ബൈ A ഇൻറ്റു എപ്സിലോൺ എന്ന് പറയുന്നത്. ഇനി ഒരു സർഫസിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയോസിറ്റിയുടെ എമിസീവ് പവറിനെ ഡിപ്പെൻഡ് ചെയ്യും. എമിസീവ് പവറാണ് EB എന്ന് പറയുന്നത്, J ആണ് അതിൻ്റെ റേഡിയോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സർഫസിൽ നിന്നാണോ അല്ലെങ്കിൽ സർഫസിലേക്കാണോ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് നമ്മുടെ എമിസീവ് പവറും അതുപോലെ റേഡിയോസിറ്റിയുടെയും വാല്യൂ ആണ്. റേഡിയോസിറ്റി എമിസീവ് പവറാണ് റേഡിയോസിറ്റിനേക്കാളും കൂടുതലെങ്കിൽ ആ സർഫസിൽ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. തിരിച്ചാണെങ്കിൽ റേഡിയോസിറ്റി കൂടുതലും എമിസീവ് പവർ കുറവാണെങ്കിൽ ആ സർഫസിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. അതായത് QIയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. QIയുടെ വാല്യൂ നെഗറ്റീവ് വരുന്ന സമയത്ത് ആ സർഫസിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത് എന്നാണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സർഫസ് റേഡിയേഷൻ്റെ കേസിൽ എടുക്കുമ്പോൾ നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു കൺസെപ്റ്റാണ് റേഡിയേറ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അതായത് ആ സർഫസ് ലൂസ് ചെയ്യുന്ന ഹീറ്റും ഗെയിൻ ചെയ്യുന്ന ഹീറ്റും സെയിം ആണെങ്കിൽ, അതായത് അത് റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റും അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും സെയിം എമൗണ്ട് ആണെങ്കിൽ അതിൻ്റെ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത്. ലീവ് ചെയ്യുന്ന റേഡിയേഷനും ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷനും സെയിം ആണെങ്കിൽ ആ സർഫസിന് പറയുന്ന പേരാണ് റേഡിയേറ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അതിൻ്റെ കേസിൽ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് JI മൈനസ് EB ഈക്വൽ ടു 0 എന്ന് വരും. JI മൈനസ് EB എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആവും. EBയുടെ വാല്യൂ ആണ് സിഗ്മ T റൈസ് ടു 4 എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോഡി എമിസീവ് പവറിൻ്റെ അതേ ഇക്വേഷൻ തന്നെയായിരിക്കും റേഡിയോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കേസിൽ, അതായത് റേഡിയേറ്റിംഗ് സർഫസ് ആണെങ്കിൽ നമുക്ക് റേഡിയോസിറ്റി അറിയാമെങ്കിൽ അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ. കാരണം റേഡിയോസിറ്റി J ഈക്വൽ ടു സിഗ്മ T റൈസ് ടു 4. സിഗ്മയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, 5.67 ഇൻറ്റു 10⁻⁸ ആണ് സിഗ്മയുടെ വാല്യൂ. അപ്പോൾ സിഗ്മയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റേഡിയോസിറ്റി അറിയാമെങ്കിൽ നമുക്ക്
ടെമ്പറേച്ചർ വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ്. റേഡിയേറ്റിംഗ് സർഫസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ സർഫസ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യണമല്ലോ. കാരണം ഇതിനകത്തുകൂടി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ചെറിയ കൺസെപ്റ്റാണ് റേഡിയേറ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ തന്നെയാണ് ലീവ് ചെയ്യുന്ന റേഡിയേഷൻ. അടുത്താണ് രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ. ഓക്കെ, രണ്ട് സർഫസുകൾ, അതിന് രണ്ട് ഡിഫ്യൂസ് ഗ്രേ സർഫസുകൾ, ഒപ്പേക്ക് സർഫസുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ നിന്ന് ലീവ് ചെയ്ത് മറ്റൊരു സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻ എത്രയാണ്? റേഡിയേഷൻ ലീവിങ് ദ എൻ്റയർ സർഫസ് ഐ ദാറ്റ് സ്ട്രൈക്സ് സർഫസ് ജെ. 1 എന്ന് പറയുന്ന സർഫസിൽ നിന്ന് 2 എന്ന് പറയുന്ന സർഫസിലേക്ക് എത്ര റേഡിയേഷൻ ലീവ് ചെയ്യുന്നു, മൈനസ് 2 എന്ന് പറയുന്ന സർഫസിൽ നിന്ന് 1 എന്ന് പറയുന്ന സർഫസിലേക്ക് എത്ര റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ നമുക്കറിയാം അതുകൂടെ ഈ രണ്ട് സർഫസുകൾ തമ്മിലുള്ള റേഡിയേഷൻ്റെ എമൗണ്ടിൻ്റെ ഫാക്ടറാണ് നമ്മൾ ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഫ്രാക്ഷൻ, അതായത് ഒരു സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ സർഫസിൽ എത്രത്തോളം റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഫാക്ടറാണ് ഷേപ്പ് ഫാക്ടറായിട്ട് നമ്മൾ പഠിച്ചത്. അതാണ് ഷേപ്പ് ഫാക്ടറാണ് F12 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ F12 ആണ് എത്രത്തോളം റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത്. ഇവിടെ കേസിൽ എടുക്കുമ്പോൾ Fij നമ്മളെടുക്കും. Fij ഇൻറ്റു റേഡിയോസിറ്റിയാണ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻറ്റു ഏരിയ നമ്മൾ ചെയ്യുന്നത്. കാരണം റേഡിയോസിറ്റി നമ്മൾ പറയുന്നത് പെർ യൂണിറ്റ് ഏരിയയിൽ നിന്നാണ് നമ്മൾ പറയുന്നത് റേഡിയോസിറ്റി. അപ്പോൾ അതിന് ടോട്ടൽ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സർഫസ് 1-ൽ നിന്ന് അല്ലെങ്കിൽ സർഫസ് ഐയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സർഫസ് ജെയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻ എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ സർഫസ് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സർഫസ് 1-ൽ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻ എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്. AJ ഇൻറ്റു J(J) ഇൻറ്റു FJ2I എന്ന് പറയുന്ന ടേം റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് റെസിപ്രോസിറ്റി തിയറം നമ്മൾ അപ്ലൈ ചെയ്യാണ്. AI Fij ഈക്വൽ ടു AJ Fji, A1 F12 ഈക്വൽ ടു A2 F21 എന്ന് പറയുന്ന റെസിപ്രോസിറ്റി തിയറം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു തിയറം നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. Qi to j, അതായത് 1 എന്ന് പറയുന്ന സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2-ൽ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് Qi to j എന്ന് പറയുന്നത്. ഈക്വൽ ടു AI Fij Ji മൈനസ് Jj എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓംസ് ലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അനലോഗി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു Ji മൈനസ് Jjനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടും 1/AI മൈനസ് Fijനെ റെസിസ്റ്റൻസ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. ആ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ രണ്ട് സർഫസുകൾക്കിടയിലുള്ള സ്പേസിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് Ji മൈനസ് Jj. നേരത്തെ കാണിച്ചിരിക്കുന്നത് ഒരു സർഫസ് I സർഫസ് J എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് സർഫസുകൾ, ആ സർഫസിൻ്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസുകളാണ് കാണിച്ചിട്ടുള്ളത്.
RIJ ആണ് നമ്മുടെ സ്പേസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/AI ഇൻറ്റു FIJ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സർഫസ് I ടു സർഫസ് J ആണെങ്കിലാണ് നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടുക. നെഗറ്റീവ് വാല്യൂ വരുന്നത് ജെയിൽ നിന്ന് ഐയിലേക്കാണെന്നുള്ളതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ് നെഗറ്റീവ് വാല്യൂ കാണിക്കുന്നത്. ഇതാണ് ഒരു N സർഫസുകൾ, അതായത് ഒന്നിലധികം സർഫസുകൾ ഉണ്ടെങ്കിൽ ആ സർഫസിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് J1 to N ആണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ അടിച്ച 2 സർഫസുകളാണ്. 2ന് പകരം 3 അല്ലെങ്കിൽ 4 സർഫസുകൾ ഉണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. QI to J, ജെയുടെ വാല്യൂ 1 തൊട്ട് N വരെ വേരി ചെയ്യും. അതായത് QI to Q1, QI to Q2 അങ്ങനെ N സർഫസുകൾ ഉണ്ടെങ്കിൽ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ കാണിക്കുന്നത്. ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. വ്യത്യാസം വരുന്നത് FIJ, ജെയുടെ വാല്യൂ 1 to N വരെ വേരി ചെയ്യും. 3 സർഫസുകളാണെങ്കിൽ 1 to 3 വരെ വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ കണ്ടുപോലെ ഇലക്ട്രിക്കൽ അനലോഗി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടുപോലെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അത് QI എന്ന് പറയുന്നത് ആണ് EB - JI ഡിവൈഡ് ബൈ RI ആണ് സർഫസ് റെസിസ്റ്റൻസ്, ഈക്വൽ ടു ഈ ടേമുകളുടെ എല്ലാം ഈ റെസിസ്റ്റൻസിലെല്ലാം കൂടി പാസ് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ സമ്മേഷൻ ആയിരിക്കും. എന്താണെന്നുള്ള കൂടുതലായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ചിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി വരിക. ഒന്നെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ. ടെമ്പറേച്ചറിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വാല്യൂ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ തന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2 മെത്തേഡ്സ് ആണ്. ഒന്നെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ സ്പെസിഫൈഡ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഇക്വേഷനും, ഇല്ല ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്താണ് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 എൻക്ലോഷർ. 2 സർഫസുകളുള്ള എൻക്ലോഷർ ആണെങ്കിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 സർഫസുകളാണല്ലോ, സർഫസ് 1ഉം സർഫസ് 2ഉം. അത് രണ്ടും തമ്മിലൊരു എൻക്ലോസ് ചെയ്തിരിക്കുന്നു. സർഫസ് 1ൻ്റെ പ്രോപ്പർട്ടീസ് ആണ് 1 എന്ന് പറയുന്ന സഫിക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. 2 ആണ് രണ്ടാമത്തെ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് 2 എന്ന് പറയുന്ന സഫിക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് A1 ഏരിയ, T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, എപ്സിലോൺ എന്ന് പറയുന്ന എമിസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 2 സർഫസുകളാണെങ്കിൽ നമുക്ക് സർഫസ് 1ൽ നിന്ന് ലൂസ് ചെയ്യുന്ന ഹീറ്റ് തന്നെയാണ് 2ൽ അബ്സോർബ് ചെയ്യുന്നത്. 2 സർഫസുകൾ മാത്രമേ ഉള്ളൂ. 1ൽ നിന്ന് ലൂസ് ചെയ്യുന്ന ഹീറ്റാണ് Q1 to 2 എന്ന് പറയുന്നത്. അത് തന്നെയാണ് സർഫസ് 2ൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർഫസ് 2ലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2 എൻക്ലോഷറുള്ള 2 സർഫസ് എൻക്ലോഷറിന് നമുക്ക് 3 റെസിസ്റ്റൻസുകളായിട്ടാണ് ഡിനോട്ട് ചെയ്യാൻ പറ്റുക.
അതായത് രണ്ട് സർഫസ് റെസിസ്റ്റൻസും, രണ്ട് സർഫസുകളുണ്ട്, അപ്പോൾ രണ്ട് സർഫസ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ രണ്ട് സർഫസുകൾക്കിടയിലുള്ള സ്പേസ് റെസിസ്റ്റൻസ് ആയിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് കിട്ടണമെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മളത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EB1 മൈനസ് EB2 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ EB1 മൈനസ് EB2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. EB എന്ന് പറയുന്നത് mc പവർ ആണ്. mc പവർ ഈക്വൽ ടു സിഗ്മ T റേസ് ടു 4 ആണ്. സോ 1 ആയതുകൊണ്ട് സിഗ്മ T1 റേസ് ടു 4 മൈനസ് സിഗ്മ T2 റേസ് ടു 4 എന്ന് വരും. സിഗ്മ കോമൺ ആയിട്ട് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ സിഗ്മ T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 എന്ന് വരും. റെസിസ്റ്റൻസ് 1 എന്ന് പറയുന്നത് ആദ്യത്തെ സർഫസ് റെസിസ്റ്റൻസ് ആണ്. വാല്യൂ 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡ് ബൈ A1 എപ്സിലോൺ 1. രണ്ടാമത്തെ റെസിസ്റ്റൻസ് ആണ് R12, അതായത് 1ഉം 2ഉം തമ്മിലുള്ള സ്പേസ് റെസിസ്റ്റൻസ് ആണ് 1 ഡിവൈഡ് ബൈ A1 F12 എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈം സർഫസ് റെസിസ്റ്റൻസ് ആണ്. സർഫസ് റെസിസ്റ്റൻസ് ഓഫ് സർഫസ് 2, രണ്ടാമത്തെ സർഫസിൻ്റെ സർഫസ് റെസിസ്റ്റൻസ് ആണ് 1 മൈനസ് എപ്സിലോൺ 2 ഡിവൈഡ് ബൈ A2 എപ്സിലോൺ 2 എന്ന് പറയുന്ന ടൈം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ള, രണ്ട് സർഫസുകളുള്ള എൻക്ലോഷർ ആണെങ്കിൽ എത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം, അതായത് രണ്ട് ലാർജ് പ്ലേറ്റുകൾ ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലേറ്റുകളാണ്, 1ഉം 2ഉം. അതിൻ്റെ MCVTs ആണ് 0.2ഉം 0.7. 1ൻ്റെ 0.2, 2ൻ്റെ 0.7. ടെമ്പറേച്ചറുകളാണ് 800 Kelvin 500 Kelvin. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സർഫസുകളുടെ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q12 is equal to sigma T1 raised to 4 minus sigma T raised to 4 divided by 1 minus epsilon 1 divided by A1 epsilon 1 plus A1 F12 1 by A1 F12 plus 1 minus epsilon 2 divided by A2 epsilon 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഇൻഫിനിറ്റ്ലി ലാർജ് പാരലൽ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏരിയനെ നമുക്ക് കോമൺ ആയിട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ട് ഏരിയയും സെയിം ആണ്, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ A1 ഈക്വൽ ടു A2 എന്ന് എഴുതാം. അതുപോലെ തന്നെ F12 എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ അല്ലെങ്കിൽ വ്യൂ ഫാക്ടർ ആണ്. വ്യൂ ഫാക്ടർ ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലേറ്റ് ആയതുകൊണ്ട് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും 2ൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ F12 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ F12ൻ്റെ വാല്യൂ ഒരു ഇൻഫിനിറ്റ്ലി ലാർജ് സർഫസ് ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഏരിയ സെയിം ആയിട്ടാണ് നമ്മൾ എടുക്കുക. എല്ലാ ടൈമിലും ഏരിയ സെയിം ആണ്. ഏരിയ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, 1/A എന്ന് നമ്മൾ പുറത്തെടുക്കുന്നു. ഇവിടുത്തെ ഏരിയയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1/A എന്ന് വരും. ഈ 1/A മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1/A മുകളിലേക്ക് പോകുന്നു. സോ A ഇൻറ്റു സിഗ്മ T റേസ് ടു T1 sigma A into sigma T1 raised to 4 minus T2 raised to 4 divided by F12ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ 1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
ഇക്വേഷൻ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാവുന്നതാണ്. 1/epsilon 1 plus 1/epsilon 2 minus 1 നമുക്ക് എഴുതാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് Q12 നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏരിയ നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഇവിടുത്തെ ഏരിയനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. Q എന്ന് പറയുന്ന A ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ Q12/A വരും. ഇവിടുന്ന് ഏരിയ പോവും. ഇങ്ങനെയാണ് ഇവിടുന്ന് ഏരിയ ഇങ്ങോട്ടേക്ക് മാറുമ്പോഴാണ് ഏരിയ ഇങ്ങോട്ടേക്ക് മാറുന്നു. അപ്പോൾ ഇവിടുന്ന് ഏരിയ പോകും. Q12/A അത് ഹീറ്റ് ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ യൂസ് കഴിഞ്ഞാൽ ഹീറ്റ് ഫ്ലക്സ് വേണമെങ്കിലും കണ്ടുപിടിക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ആയാലും കണ്ടുപിടിച്ചാൽ മതി. ഏരിയ തരാത്ത സ്ഥിതിക്ക് ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലേറ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് Q/A എത്രയാണെന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എംസിറ്റിയുടെ വാല്യൂ, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്മയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. 5.67 × 10⁻⁸ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലേറ്റിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറെ ജിയോമെട്രിയുടെ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്.